ഓൾ വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 7 CBSE യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഹീറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ വൈ വി വെയറിങ് മോർ ലേയേഴ്സ് ഓഫ് ക്ലോത്തിങ് ഡ്യൂറിങ് വിൻ്റർ കീപ്പ് us വാം. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ലെയർ ഓഫ് ക്ലോത്തിങ് നമ്മൾ വിൻ്ററിൽ നമ്മൾ വാം ആക്കി വെക്കുന്നത് മോർ ദാൻ വിയറിങ് ജസ്റ്റ് വൺ തിക്ക് പീസ് ഓഫ് ക്ലോത്തിങ്. അതായത് ഒരു തിക്ക് പീസ് ഓഫ് ക്ലോത്തിങ്ങിനേക്കാളും നമ്മൾ ഒരുപാട് ലേയേഴ്സ് ഓഫ് ക്ലോത്തിങ്ങിന് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ വെയർ ചെയ്യുന്നത്, നമ്മൾ വാം ആക്കി വെക്കുന്നത് എന്നാണ് ചോദിച്ചുള്ളത്. നമ്മൾ വിൻ്ററിൽ ഒരു തിക്കായിട്ടുള്ള ക്ലോത്ത് നമ്മൾ യൂസ് ചെയ്യണതിനെക്കാട്ടും ഒരുപാട് തിൻ ലേയേഴ്സ് ആയിട്ടുള്ള ക്ലോത്ത്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വാംനെസ് കിട്ടും. എന്തുകൊണ്ടാണ് അതെന്നാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, നോക്കല്ലേ, നമുക്ക് നോക്കി നോക്കാം. അതായത് നമ്മൾ വാം സമയം അല്ലെങ്കിൽ വിൻ്റർ സമയത്ത് നമ്മളൊരു തിക്ക് ലെയർ ഓഫ് ക്ലോത്താണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ തിക്നെസ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ തിൻ ലെയർ ആയിട്ടുള്ള ഒരുപാട് ക്ലോത്ത്സ് നമ്മൾ വെയർ ചെയ്തിട്ടുണ്ട് വിചാരിക്കാം. സപ്പോസ് നമ്മൾ 2 ലെയറാണ് വിചാരിക്കുക, 2 തിൻ ലേയേഴ്സാണ് നമ്മൾ ഇട്ടിട്ടുണ്ട് വിചാരിക്കാം. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് വാംനെസ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സപ്പോസ് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഇത് നമുക്കൊരു ബാരിയറായിട്ട് നമുക്ക് തിക്നെസ് ആക്ട് ചെയ്യും. ബാരിയറായിട്ട് ആക്ട് ചെയ്യും. ആ ക്ലോത്ത് നമുക്ക് വാംനെസ് തരാൻ വേണ്ടിയിട്ട് ഒരു ഹീറ്റിൻ്റെ ഒരു ബാരിയറായിട്ടാണ് തിക്നെസ് ഉള്ള ക്ലോത്ത് നമ്മൾ ചെയ്യാം. പക്ഷേ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ക്ലോത്ത്സ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിൻ ലേയേഴ്സ് ഓഫ് നമ്മൾ ക്ലോത്ത്സ് മൾട്ടിപ്പിൾ ആയിട്ട് ഒരുപാടെണ്ണം മെനി ക്ലോത്ത്സ് ആണ് നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എന്തുണ്ടാവും, ആ ക്ലോത്ത്സിൻ്റെ ഇടയിലൊക്കെ എന്തുണ്ടാവും, സർട്ടൻ എയർ ഗ്യാപ്സ് ഉണ്ടാവും അല്ലേ, എയർ ഗ്യാപ്സ് ഉണ്ടാവും. അപ്പോൾ ഈ എയർ ഗ്യാപ്സ് എന്ത് ചെയ്യും, എയർ ഗ്യാപ്സ് നമുക്കറിയാം എയർ ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. എയർ ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, അല്ലെങ്കിൽ എയർ ഈസ് എ നമുക്കെന്ത് പറയാം, ഇൻസുലേറ്റർ ഓഫ് ഹീറ്റ്. എയർ ഹീറ്റിൻ്റെ ഒരു ഇൻസുലേറ്ററാണ്, അല്ലെങ്കിൽ ബാഡ് കണ്ടക്ടറാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കില്ല അവിടെ കൺവെക്ഷനും കണ്ടക്ഷനും റേഡിയേഷനും ഒന്നും സംഭവിക്കില്ല. അവിടെ കൺവെക്ഷനും കണ്ടക്ഷനും ഒന്നും നടക്കില്ല അല്ലേ. അവിടെ ഹീറ്റിൻ്റെ ട്രാൻസ്മിഷൻ നടക്കില്ല. ഹീറ്റിൻ്റെ ട്രാൻസ്മിഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെയും ഇത് ബാരിയറായിട്ട് ആക്ട് ചെയ്യും. ഇതിനുള്ള എയർ എയർ ഇവിടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. സർക്കുലേഷൻ മാത്രമേ അവിടെ സംഭവിക്കുകയുള്ളൂ. അവിടെ എന്ത് സംഭവിക്കില്ല, കണ്ടക്ഷൻ അല്ലെങ്കിൽ ഹീറ്റിൻ്റെ ട്രാൻസ്മിഷൻ കൃത്യമായിട്ട് പുറത്തേക്കും അകത്തേക്കും സംഭവിക്കില്ല, നടക്കില്ല. ഇവിടെ മാത്രമാണ് സർക്കുലേഷൻ, അല്ലെങ്കിൽ എയറിൻ്റെ സർക്കുലേഷൻ, ഹോട്ട് എയർ അതിൻ്റെ ഉള്ളിൽ മാത്രം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഉള്ളിലേക്കുള്ള ക്ലോത്ത് അതിനെ ബാരിയറായിട്ട് ആക്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് കടത്തി വിടില്ല. അപ്പോൾ നമുക്ക് കിട്ടും, ഇവിടത്തെക്കാളും കൂടുതൽ വാംനെസ് എവിടെ കിട്ടും, വാംനെസ് വി ഗെറ്റ് ഹിയർ. അതായത് നമുക്ക് ഈ മൾട്ടിപ്പിൾ ലെയേഴ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വാംനെസ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന എന്തുകൊണ്ടാണ്, എയർ ഈസ് എ ബാഡ് കണ്ടക്ടർ, അല്ലെങ്കിൽ ഇൻസുലേറ്ററാണ്. അതുകൊണ്ട് അവിടെ മാത്രം ആ എയർ ഗ്യാപ്സ് ആ ഗ്യാപ്സിൽ ഒക്കെ എയറിൻ്റെ സർക്കുലേഷൻ അല്ലെങ്കിൽ എയറിൻ്റെ ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കില്ല. അതുകൊണ്ട് തന്നെ എയർ അവിടെ മാത്രം എന്ത് ചെയ്യുള്ളൂ, സർക്കുലേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് വാംനെസ് കിട്ടും ഹീറ്റിൻ്റെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ബോഡി ഹീറ്റ് അവിടെ മാത്രം നിൽക്കും. അതേപോലെ തന്നെ ഈ ഒരു ലെയറിലുള്ള ഹീറ്റും പുറത്തേക്ക് പോയില്ല. അപ്പം നമുക്ക് കൂടുതൽ ബോഡി വാംനെസ്സും അല്ലെങ്കിൽ ബോഡീൻ്റെ വാംനെസ്സും കൂടി നമുക്ക് കൂടുതലായിട്ട് അവിടെ കിട്ടും. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ വാംനെസ് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഇടുമ്പോൾ കിട്ടുന്നത്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തിക്നെസ് ഉള്ള നമ്മൾ ക്ലോത്ത്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ലെയേഴ്സ് നമുക്ക് വെക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നില്ല, അവിടെ ഹീറ്റിൻ്റെ ട്രാൻസ്മിഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ അത് നമുക്ക് കൂടുതലായിട്ട് ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വാംനെസ് കിട്ടും. അതാണ് നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. അതാണ് നമുക്ക് കൂടുതൽ വാംനെസ് കിട്ടുന്നത്, മോർ ദാൻ വിയറിങ് ജസ്റ്റ് വൺ തിക്ക് പീസ് ഓഫ് ക്ലോത്തിങ്. ഒരു തിക്ക് പീസ് ഓഫ് ക്ലോത്തിങ് നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാൾ വിൻ്ററിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റിയത് മോർ ദാൻ 1 ലെയർ ഓഫ് ക്ലോത്ത്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നന്നായിട്ടുള്ളത്. കാരണം അതിനുള്ളിലുള്ള എയർ
ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അത് ഇറ്റ് ആക്ട് ആസ് ബാരിയർ ആൻഡ് വി ഗെറ്റ് മോർ വാം. അപ്പം അതാണ് എന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് 4th ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം 5th ക്വസ്റ്റ്യൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു ഓൾ.